ഹായ് ഗൈസ്, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും എജ്യൂപോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് NMMS മാറ്റിലുള്ള ഫിഗർ മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ ചിത്രങ്ങളുടെ രൂപങ്ങൾ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ചിത്രങ്ങൾ തരും, അത് തമ്മിലുള്ള ഒരു കണക്ഷൻ നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നത് അടുത്ത ചിത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്താൽ മതി. ചില സമയത്ത് കുറേ ചിത്രങ്ങൾ തന്നിട്ട് അതിൽ ഓഡ് വൺ ഏതാണെന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് വളരെ അടിപൊളിയായിട്ട് ചെയ്ത് പഠിക്കാം. ബന്ധങ്ങൾ നോക്കി മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങളെ ലോജിക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത്. ഒരുപാട് മാത്തമാറ്റിക്കൽ സ്കില്ലൊന്നും വേണ്ട, പ്യുവർ ലോജിക് കിട്ടോ. ആ ലോജിക്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. റെഡിയാണെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ആദ്യത്തെ ചോദ്യം തന്നെ ഞാൻ ഒരുപാട് ചോദ്യങ്ങളാണ് ഇങ്ങനെ തരാൻ പോകുന്നത് നിങ്ങൾക്ക്. ആ ചോദ്യത്തിൽ നിങ്ങൾ റൈറ്റ് ആൻസർ ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ഈ സ്ഥാനത്ത് വരേണ്ടത് ഏതാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം ബന്ധം നോക്കി മനസ്സിലാക്കണേ. ബന്ധം നോക്കി മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നോക്ക്, ഇവിടെ ഔട്ടർ പുറത്ത് ഭാഗത്ത് ഒരു വൃത്തം, ഒരു സർക്കിൾ ഉണ്ട്. ഇവിടെ ത്രികോണം ഉണ്ട്, ഇവിടെ ചതുരം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ത്രികോണം, ഇതിൻ്റെ ഉള്ളിൽ ചതുരം, ഇതിൻ്റെ ഉള്ളിൽ വൃത്തം. ഓക്കെ, അപ്പോൾ ഇവിടെ പുറത്തുള്ളത് ത്രികോണം, ചതുരം, വൃത്തമുണ്ട്. ഉള്ളിൽ ചതുരം, വൃത്തം, ത്രികോണം. അപ്പോൾ പുറത്തുണ്ട്, അതിൻ്റെ ഉള്ളിലും ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ വരേണ്ടത്. നോക്കിക്കേ, ഇവിടെ നോക്കിയപ്പോൾ ബന്ധം മനസ്സിലായി. പുറത്ത് ആരൊക്കെ ഉണ്ടാവണം? വൃത്തം ഉണ്ടാവണം, ത്രികോണം ഉണ്ടാവണം, ചതുരം ഉണ്ടാവണം. വൃത്തം, ത്രികോണം, ചതുരം എല്ലാം ഉണ്ട്. ഇവിടെ പുറത്ത് ചതുരം ഉണ്ട്, വൃത്തമുണ്ട്. അപ്പോൾ എന്തായാലും വരേണ്ടത് ത്രികോണാന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പൊ ത്രികോണം വരുന്നത് നോക്കി, എല്ലാത്തിലും വരുന്നത് മുകളിലോട്ടുള്ള ത്രികോണമല്ലേ. അപ്പൊ എന്തായാലും താഴോട്ടേക്ക് ഇതാ ഒരു മൂല താഴോട്ടേക്കായിട്ട് വരുന്ന ത്രികോണം എന്തായാലും വരില്ല. അപ്പൊ ഇതല്ല, ഇത് മൂന്നിലേതെങ്കിലും. ഇനി നോക്കിക്കോ, ഉള്ളിലും അതേപോലെ തന്നെ അതിന്റെ ഫിഗറിന്റെ ഉള്ളിലും വരുന്നത് ഇവിടെ ത്രികോണം, ചതുരം, വൃത്തം, ചതുരം, വൃത്തം, ത്രികോണം, വൃത്തം, ത്രികോണം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വരേണ്ടത് ചതുര. അപ്പോ ത്രികോണത്തിന്റെ ഉള്ളിൽ ചതുരം വരുന്നത് ഇത് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും കറക്റ്റ്. ഇനിയും മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ഈ ത്രികോണം കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇത് ഫിൽഡ് അല്ല, ഇത് കുറച്ച് ഫിൽഡാണ്. ഇത് നോക്കി, ഇത് കുറച്ച് ഇങ്ങനെ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരകൾ വരച്ച് അത് ഫിൽ ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇത് ഷെയ്ഡ് ചെയ്തിട്ടില്ല. ഇത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇത് പാർഷ്യലി ഷെയ്ഡഡ് ആണ്. അപ്പോൾ ഇതെന്താകരുത്, ഇതിൻ്റെ ഉള്ളിലുള്ളത് ഷെയ്ഡ് ചെയ്യരുത്. ഷെയ്ഡ് ചെയ്യാത്ത ഫിഗറാണ് വേണ്ടത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഷെയ്ഡ് ചെയ്യാത്ത ഒരു ഡി അല്ലേ. അപ്പോൾ നിങ്ങളുടെ റൈറ്റ് ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി. കിട്ടിയില്ലേ? ഈസിയാണ്, ഒരു പ്രശ്നവുമില്ല. ഇനി അടുത്ത ചിത്രം നോക്കിക്കോ. ബന്ധങ്ങൾ നോക്കി ആൻസർ പറയുക എന്നുള്ളതാണ്. ഇവിടെ ഒരു ത്രികോണത്തിൻ്റെ ഉള്ളിൽ ഒരു വര, പുറത്തൊരു ഹോള്. അപ്പോൾ അടുത്ത ചിത്രത്തിൽ ആ വരയും ആ ഒരു ഹോള് മാത്രമുണ്ട്. ഓക്കെ, രണ്ടാമത്തതിൽ ഒരു ചതുരത്തിൻ്റെ ഉള്ളിൽ ഒരു വികർണം, ഒരു ഡയഗണൽ, ഒരു വര ഇങ്ങനെ വരച്ചിട്ടുണ്ട്. പിന്നെ അത് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അടുത്ത ചിത്രത്തിൽ ആ 4 വര മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തോ ഒരു ബന്ധം മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഉള്ളതുണ്ട് ആൻഡ് ഇവിടെ ഉള്ളതുണ്ട്, അവസാനം ഇത് മാത്രം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ ചിത്രത്തിനോട് ഇവിടെ ഉള്ളത് കൂട്ടിയാലാണ് ഇത് കിട്ടേണ്ടത് അല്ലേ. ഈ ചിത്രത്തിനോട് ഈ ഒരു ഭാഗം കൂട്ടിയിട്ടുണ്ടെങ്കിൽ നടുവിലത്തത് കിട്ടും. അപ്പൊ ഈ ചിത്രത്തിനോട് ഈ പ്ലസ് കൂട്ടിയാൽ നടുവിലുള്ള ചിത്രം കിട്ടും. അപ്പൊ ഈ ചിത്രത്തിനോട് എന്തോ ഒന്ന് കൂട്ടിയാൽ ഇത് കിട്ടും. അപ്പൊ ഇതുമായിട്ട് എന്താ അധികം ഉള്ളത് നോക്ക്, ഇതാ ഈ ഒരു ക്രോസ് മാർക്ക് അല്ലേ. അപ്പൊ ഈ ഒരു ക്രോസ് മാർക്കാണ് ആക്ച്വലി എന്ത് വരേണ്ടത്? ഇവിടെ വരേണ്ടത്. അപ്പൊ ഈ ചിത്രവും ഈ ക്രോസ് മാർക്കും കൂട്ടിയാൽ ഇത് കിട്ടും. അങ്ങനെയാണ് ഇവിടെ വരേണ്ടത് എന്താ? ആ ക്രോസ് മാർക്കിന്റെ ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ആ ക്രോസ് മാർക്ക് മാത്രമുള്ള ഓപ്ഷൻ ഡി. ഈസിയാണ്, നല്ല രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ചോദ്യം നോക്ക്. ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ 4 വര, ത്രികോണത്തിൻ്റെ ഉള്ളിൽ 4 വര, ചതുരത്തിൻ്റെ ഉള്ളിൽ 4 വര. ത്രികോണത്തിൻ്റെ ഉള്ളിൽ ഒരു വര, ചതുരത്തിൻ്റെ ഉള്ളിൽ ഒരു വര, വൃത്തത്തിൻ്റെ ഉള്ളിൽ ഒരു വര. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്തത് വരേണ്ടത് നിങ്ങളൊന്ന് ഗസ്സി. വൃത്തം, ത്രികോണം, ചതുരം. ത്രികോണം, ചതുരം, വൃത്തം. ഓക്കെ, അപ്പം ചതുരണ്ട്, വൃത്തമുണ്ട്. അങ്ങനെയാണ് വരേണ്ടത്. എന്തായാലും ത്രികോണമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ത്രികോണാണ് എന്തായാലും നിങ്ങൾക്ക് വരുന്നത്. അപ്പം ത്രികോണം, എല്ലാത്തിലും ത്രികോണമാണ് ഉള്ളത്. ഇനി നോക്ക്, അപ്പം അടുത്തത് എന്തായിരിക്കും വരേണ്ടത് വരിക? ഇവിടെ വൃത്തം, ഇവിടെ ത്രികോണം. അപ്പം അടുത്തത് എന്തായിരിക്കും? ഇവിടെ സെയിം ഷേപ്പ് ആയിരുന്നു എല്ലാം. 4 വര, 4 വര, 4 വര, ഒരു വര, ഒരു വര, ഒരു വര. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ആ ബന്ധം ഒന്ന് മാറിയിട്ടുണ്ട്. ഇവിടെ ഉള്ളത് വൃത്താണ്, ഇതിൻ്റെ ഉള്ളിലുള്ളത് ത്രികോണമാണ്. ഇതിൻ്റെ ഉള്ളിൽ അപ്പം വരേണ്ടത് എന്തായാലും ഒരു ചതുരായിരിക്കും. അത് ഷുവറാ, ചതുരം. അപ്പൊ ഈ ചതുരം വരുന്ന 2 കേസ് ഉണ്ട്. ഇവിടെ വരുന്ന ചതുരം ഈ വശങ്ങളാ, അല്ലെങ്കിൽ നിങ്ങളെ ത്രികോണത്തിന്റെ വശങ്ങളെയൊക്കെ കൂട്ടിമുട്ടുന്നുണ്ട്. ഇവിടെ അങ്ങനെ കൂട്ടിമുട്ടുന്നില്ലല്ലോ, ഇവിടെയും കൂട്ടിമുട്ടുന്നില്ലല്ലോ. അപ്പൊ ഇത് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കൂട്ടിമുട്ടാത്തൊരു ഫിഗർ. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചതുരം വരണം. ഇങ്ങനത്തെ ഒരു ചതുരമാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതായിരിക്കും? റൈറ്റ്, സി. ഓക്കെ, സെറ്റല്ലേ? നല്ല ചോദ്യമാണ്, സിമ്പിളാണ്, മനസ്സിലാക്കി വെക്കുക. റെഡി. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോ. ചോദ്യം നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ്. ആദ്യം ഒരു ചിത്രം ഇങ്ങനെ തന്നിട്ടുണ്ട്, ഒരു ചതുരത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഈ ഒരു ഷേപ്പ്. എന്നിട്ട് അടുത്തത് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഷേപ്പ്. ഓക്കെ, ഓരോന്നിൻ്റെ ഉള്ളിലുള്ള ഷേപ്പുകൾ മാത്രം എടുക്കുകയാണെ. വൃത്തത്തിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു റൗണ്ട്, അതിൻ്റെ ഉള്ളിലൊരു പ്ലസ് മാർക്ക്. ഇപ്പം ഇനി പുറത്തുള്ള വൃത്തം ഒഴിവാക്കിയാൽ വൃത്തം പ്ലസ് മാർക്ക്, പിന്നെ അടുത്തതിൽ പ്ലസ് മാർക്ക് മാത്രം. അങ്ങനെയാണ് ഇതിൽ എങ്ങനെ ആയിരിക്കും വരിക? ത്രികോണം,
ത്രികോണത്തിൻ്റെ ഉള്ളിലുള്ളത് ത്രികോണത്തിൻ്റെ ഉള്ളിലുള്ള സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇനി ഈ ത്രികോണം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ളത് വരുന്നത് ആരായിരിക്കും? ആ സർക്കിൾ മാത്രമേ വരേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാ റൈറ്റ് വരിക? ഓപ്ഷൻ ഡി അല്ലേ? നോക്കി നിങ്ങൾ ഇവിടെ ബന്ധം മനസ്സിലാക്കി അടുത്തത് പൂരിപ്പിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കിയോ, ഇത് നമ്മൾ പറഞ്ഞു. അടുത്തത് ത്രികോണങ്ങളുണ്ട്. ഓക്കെ, ത്രികോണത്തിൽ ഒന്ന് ഷെയ്ഡ് ചെയ്തില്ല, ഒന്ന് ഷെയ്ഡ് ചെയ്തു. അതേപോലെ ഇതിൽ രണ്ടെണ്ണം ഷെയ്ഡ് ചെയ്തു, ഇതും ഷെയ്ഡ് ചെയ്തു അല്ലേ. വൃത്തം 4 ആക്കി ഡിവൈഡ് ചെയ്തു, ഒന്ന് ഷെയ്ഡ് ചെയ്തു, രണ്ടെണ്ണം ഷെയ്ഡ് ചെയ്തു. ചതുരം 4 ആക്കി ഡിവൈഡ് ചെയ്തു, ഒന്ന് ഷെയ്ഡ് ചെയ്തു, രണ്ട് ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരേണ്ടത്? ചതുരത്തിനെ 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്ത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതെന്തായാലും വരില്ല, കാരണം ഡയഗണലി ആണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇതായിരിക്കില്ല എന്നുള്ളത് ഷുവറാണ്, ഇതും ആയിരിക്കില്ല എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ. ഇതിലേതായിരിക്കും? ഇതിലേത് സെലക്ട് ചെയ്യേണ്ടി വരും? രണ്ടിലും ഈ ഭാഗത്ത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും? എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ നോക്ക്. ഇവിടെ നേരെ ഷെയ്ഡ് ചെയ്തത്, ഇവിടെ അപ്പോൾ ഇത് ഷെയ്ഡ് ചെയ്തതും നേരെ ഇങ്ങനെ വരച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്തത്. ഇവിടെ നേരെ ഇങ്ങനെ വരച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ ബാക്കി രണ്ടാമത്തതും നേരെ വരച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്തത്. ഇവിടെ ഇങ്ങനെ വരച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പോൾ അടിയിലുള്ളതും എങ്ങനെ ആയിരിക്കണം? അങ്ങനെ തന്നെ വരച്ച് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ തന്നെ വരച്ച് ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഇത് വരൂലല്ലോ, ഇതിങ്ങനെ നേരെയല്ലേ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തത് വരേണ്ടത് ഇങ്ങനെ വരച്ച് ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ താഴോട്ടും അതേ പാറ്റേണിൽ പോകണം. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. റെഡി? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിളാ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. നോക്ക്, ബന്ധം നോക്കിയിട്ടാണ് അടുത്തത് പറയേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഉണ്ട് ഏകദേശം. ഇങ്ങനെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കൂട്ടിമുട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ട് ഒരു കാല് പോലത്തെ ഒരു സാധനം. എന്തോ ഒരു ബന്ധം ഉണ്ട് ഇത് തമ്മിൽ. ഇതെന്താ? ഹാഫ് പാർഷ്യലി ഷെയ്ഡഡ് ആണ്, പകുതിയെ ഷെയ്ഡ് ചെയ്തുള്ളൂ. ഫുൾ ഷെയ്ഡഡ് ആണ്, പാർഷ്യലി തീരെ ഷെയ്ഡ് ചെയ്തില്ല. അപ്പോൾ ആ ഒരു ബന്ധം തന്നെ നോക്കിയാൽ മതി. ഫുൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ, തീരെ ഷെയ്ഡ് ചെയ്തിട്ടില്ല. തീരെ ഷെയ്ഡ് ചെയ്യാത്തതുണ്ട് ആൻഡ് പാർഷ്യലി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എയോ സിയോ ഇതിലേതെങ്കിലും ആയിരിക്കും റൈറ്റ് വരേണ്ടത്. നോക്കണേ, ഓപ്ഷൻ എയോ സിയോ ഇതിലേതെങ്കിലും ആയിരിക്കും ശരിയായിട്ട് കിട്ടേണ്ടത്. ഓപ്ഷൻ എയോ സിയോ അത് ഉറപ്പാ. ഇനി നോക്കേ, ഇനി എന്തെങ്കിലും ബന്ധം കണ്ടെത്താൻ പറ്റും. ഇവിടെ ലെഫ്റ്റ് ഈ ഹോൾ ഉള്ളത്, ഇവിടെ ലെഫ്റ്റ്, ഇവിടെ റൈറ്റ്, ഇവിടെ താഴെ, ഇവിടെ താഴെ, ഇവിടെ ലെഫ്റ്റ്, ഇവിടെ റൈറ്റ്. അപ്പോൾ ഇവിടെ റൈറ്റിൽ, ഇവിടെ താഴെ. അപ്പോൾ ഇവിടെ വരേണ്ടത് ലെഫ്റ്റിലാണ്. അപ്പോൾ ലെഫ്റ്റിലാണല്ലോ രണ്ടും ഉള്ളത്, ഹോള് രണ്ടും ലെഫ്റ്റിലാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെയും കൺഫ്യൂഷനായി. ഇനി അടുത്ത് നോക്കിയാൽ പോരെ? അടുത്ത് നോക്കിയാൽ മതി. ഇവിടെ ഇവിടെ 2 കാൽ, ഇവിടെ 3 കാൽ, 1 കാൽ, ഇവിടെ 1 കാൽ, ഇവിടെ 2 കാൽ, അപ്പോൾ ഇവിടെ 3 കാൽ. ഓക്കെ, അതും പാളി, കാരണം രണ്ടിനും 3 കാലുണ്ട്. ഇനി അടുത്തത് ഇനി എന്താ ബന്ധം നോക്കിക്കേ. ഇവിടെ ഫുള്ള് ഷെയ്ഡ് ചെയ്ത ഒരു റൗണ്ട്, ഇവിടെ ഷെയ്ഡ് ചെയ്യാത്ത ഒരു റൗണ്ട്, ഷെയ്ഡ് ചെയ്തത്, ഷെയ്ഡ് ചെയ്യാത്തത്, ഷെയ്ഡ് ചെയ്തത്, ഷെയ്ഡ് ചെയ്യാത്തത്. അപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്തതുണ്ട്, ഷെയ്ഡ് ചെയ്യാത്തതുണ്ട്. അപ്പോൾ ഒന്നിടവിട്ടല്ലേ? ഷെയ്ഡ് ചെയ്യാത്തത്, ഷെയ്ഡ് ചെയ്തത്, ഷെയ്ഡ് ചെയ്യാത്തത്, ചെയ്തത്, ചെയ്യാത്തത്, ചെയ്തത്. അപ്പോൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്, ഷെയ്ഡ് ചെയ്യാത്തത്. അപ്പോൾ അടുത്ത് ഷെയ്ഡ് ചെയ്തിട്ടുള്ളതായിരിക്കും വരേണ്ടത്. ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ളതാണ് വരേണ്ടത്. അങ്ങനെയാണ് ഓപ്ഷൻ ഏതാ റൈറ്റ് വരിക? സി ആണ്. ഓക്കെ, ഈസി ചോദ്യം. അടുത്ത നോക്കിക്കോ. എന്താ ബന്ധം എന്നുള്ളത് മനസ്സിലാക്കി വെക്കണേ. ഒരു വൃത്തത്തിന്റെ 2 സൈഡിലും ഇവിടെ ചതുരം കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വൃത്തം, ത്രികോണം, ത്രികോണം, ചതുരം, വൃത്തം, വൃത്തം, ത്രികോണം. അപ്പോൾ എന്തായാലും വരേണ്ടത് എന്തായിരിക്കും? ചതുരമായിരിക്കും. 2 സൈഡിലും ചതുരം വരുന്ന ഷേപ്പ്. ഓക്കെ, അതാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ അതിലാകെ ഒറ്റൊന്നേ ഉള്ളൂ അങ്ങനെ ഉള്ളത്. അതേതാ? ഓപ്ഷൻ എ. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ്. ഇനി വേറെ എങ്ങനെയെങ്കിലും ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ബന്ധം നോക്ക്. ഒരു ഉള്ളിൽ ഒരു വടിയുണ്ട്, ഒരു വര, അത് താഴോട്ട്, ഇങ്ങോട്ട് മുകളിലോട്ട്, ഇങ്ങോട്ട് മുകളിലോട്ട്, താഴോട്ട്, ഇങ്ങോട്ട് അങ്ങനെയാണ് അടുത്ത് വരേണ്ടത്. എന്താ? മുകളിലോട്ടായിരിക്കും. അപ്പോൾ ഇതിൽ മുകളിലോട്ടാണ്, കറക്റ്റാണ്. അപ്പോൾ അത് നോക്കിയാൽ മതി. ബന്ധം നോക്കിയിട്ട് ആൻസർ പറയാം കേട്ടോ. സോ നിങ്ങളുടെ ഇത് വരേണ്ടത് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ളത്. റെഡി? ഈസിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ചില ചോദ്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് അതിൽ ഓഡ് വണ്ണ് സെലക്ട് ചെയ്യാൻ വേണ്ടത്, അതായത് കൂട്ടത്തിൽ പെടാത്തത്. ചെറിയൊരു ടോപ്പിക്കാണ് നമ്മുടെ ആക്ച്വലി ഫിഗർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ചൂസ് ചെയ്യണം. നോക്കി നിങ്ങൾ ചൂസ് ദ ഫിഗർ വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. നിങ്ങൾക്ക് നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഒക്കെ ഒരു ചതുരപ്പെട്ടിയുടെ ഉള്ളിലാണ്. വേറെ എന്തെങ്കിലും ബന്ധം, വേറെ എന്ത് ബന്ധമാണെങ്കിലും നിങ്ങൾ നോക്കിക്കോ. ഇതിലുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാകുന്നത് ക്ലോസ്ഡ് ഫിഗർ ഒന്നുമല്ല, ഒന്നും ക്ലോസ്ഡ് ആയിട്ടുള്ള രൂപമൊന്നുമല്ല. ഇതിൽ 3 വര നോക്കി നിങ്ങൾ, ഇതിൽ 3 വര, ഇതിലും 3 വരകൾ ചേർന്നിട്ടാണ് ഈ രൂപം ഉണ്ടാകുന്നത് അല്ലേ? നോക്കുക, ഇവിടെ 1 വര, 2 വര, 3 വര. ഓക്കെ, ഇവിടെ 1 വര, 2 വര, 3 വര. ഇവിടെ നോക്കണേ, ഇവിടെ 1 വര, 2 വര, 3 വര, 4 വര ഉണ്ടാകുന്നുണ്ട്. ഇവിടെ 1 വര ഇങ്ങനെ, 1 വര ഇങ്ങനെ, 1 വര ഇങ്ങനെ, 3 വര. അപ്പോൾ നോക്ക്, ഇവിടെ മാത്രം 4 വര വെച്ചിട്ടാണ് ഈ ഫിഗർ ഉണ്ടാക്കുന്നത്. 4 വര. ബാക്കിയുള്ളിടത്തൊക്കെ 4 വരകളുണ്ട്. ഇവിടെയൊക്കെ എന്താണ്? 3 ലൈൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെയും 3 ലൈൻസ് വെച്ചിട്ടാണ് ആ ഫിഗർ ഉണ്ടാക്കുന്നത്, ഇവിടെയും 3 ലൈൻസ് വെച്ചിട്ടാണ് ആ ഫിഗർ ഉണ്ടാക്കുന്നത്. അപ്പോൾ വിച്ച് വൺ ഈസ് റൈറ്റ്?
അതായത് കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ സി ആണ് അല്ലേ. ഓപ്ഷൻ സി സെലക്ട് ചെയ്തോ നിങ്ങൾ. ഓപ്ഷൻ സി ആയിട്ടുള്ളത് മൂന്നാമത്തെ ഓപ്ഷനാണ് റൈറ്റ്. റെഡി? ഓക്കെ, സിമ്പിൾ. അടുത്ത ചോദ്യം നോക്കി. ചൂസ് ദ ഫിഗർ വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇത് ഏകദേശം നിങ്ങൾക്ക് അറിയാം, എല്ലാവരും ചതുരത്തിൻ്റെ ഉള്ളിൽ വൃത്തമുള്ള രീതിയിലാണ്. അപ്പം 4 വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. കൂട്ടത്തിൽ പെടാത്തതായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാ? എടാ ഇതായിരിക്കുമല്ലോ. കാരണം ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഏകദേശം സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന രീതിയിലാണ്. കറക്റ്റ് ആ വൃത്തത്തിനെ പകുതിയാക്കിയിട്ട് മുറിക്കുന്ന രീതിയിലാണ്. പക്ഷെ ഇത് അങ്ങനെയാണോ? അല്ല, സെൻറ്റർ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. കറക്റ്റായിട്ട് ആ വൃത്തത്തിനെ 2 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുന്നില്ല. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് നമുക്ക് തോന്നുന്നത് അത് മാത്രമല്ലല്ലോ. അപ്പോൾ സി ആണ് റൈറ്റ് ആൻസർ വരിക. അപ്പോൾ ഓപ്ഷൻ 3 ആണെന്ത് ഇവിടെ ശരി. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചൂസ് ദ ഫിഗർ വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. നമ്മൾ ഇതിൽ ചെയ്യുന്ന അവസാനത്തെ ചോദ്യം കേട്ടോ. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു, ഒക്കെ ബന്ധങ്ങൾ വെച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ എങ്ങനെയായിരിക്കും കൂട്ടത്തിൽ പെടാത്തത് പറയാം? കൂട്ടത്തിൽ പെടാത്തതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? ഇത് നോക്കേ, ഇവിടെ ഈ ക്രോസ് മാർക്ക് നോക്കിയാൽ അല്ലെങ്കിൽ റൗണ്ട് നോക്കിയാൽ മതി. ഇത് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടാണല്ലോ, ഓപ്പോസിറ്റ് വെർട്ടക്സുകളിൽ എതിർ മൂലകളിലുള്ളത്. ഇവിടെയും എതിർ മൂലകളിലാണ് ക്രോസ് മാർക്ക്, ഇവിടെയും എതിർ മൂലകളിലാണ് ക്രോസ് മാർക്ക്. പക്ഷെ ഇവിടെ എതിർ മൂലകളിലല്ല, അടുത്തടുത്ത മൂലകളിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതായിരിക്കും? ഡി അല്ലേ. അപ്പോൾ ഡി ആണെങ്കിൽ ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇവിടെ മാത്രം നിങ്ങളുടെ ക്രോസ് മാർക്ക് അടുത്തടുത്താണ് വരുന്നത്, അവിടെയൊക്കെ എതിർ മൂലകളിലാണ് വരുന്നത്. അങ്ങനെ ആവേണ്ടിയിരുന്നു, അങ്ങനെയല്ല വന്നത്, അടുത്തടുത്താണ് വന്നത്. അപ്പോൾ ഇതാണ് കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഫിഗർ മെട്രിക്സ് വളരെ സിമ്പിളായിട്ട് പഠിക്കണം, ഈസി ആയിട്ട് ഇതിലെ ചോദ്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ കാണാം.